Hello friends, Assalamu alaikum. Welcome to Masiami's vlog. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ മുളകിട്ടതിന്റെ റെസിപ്പി ആയിട്ടാണ്. മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നതിന് വേണ്ടി വറ്റയാണ് എടുത്തിരിക്കുന്നത്. 750 ഗ്രാം വറ്റ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി ചൂടായതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു സവാള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത്, കുറച്ച് കറി ലീവ്സ് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ നന്നായി ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഇതിലേക്ക് 6 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് നന്നായി സോട്ടായി വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക്, കറിവേപ്പില എന്നിവ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി വെക്കണം. ഇത് 1 മിനിറ്റ് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഉടനെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാനാണ് ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ഇതുപോലെ ഒരു 3-4 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുക്കായി കിട്ടും. തക്കാളി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കറിക്ക് പുളി വേണ്ടതനുസരിച്ച് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മീൻ മുളകിട്ടതിന് എപ്പോഴും പുളി കുറച്ച് മുന്തി നിൽക്കുന്നതാണ് വളരെ ടേസ്റ്റി. ഇത് എണ്ണ നല്ല തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കറി നന്നായി തിളക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ കറിയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് കൂടി വിതറിക്കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ആവി പുറത്തു പോകുന്ന രീതിയിൽ 1 മണിക്കൂർ അടച്ചു വയ്ക്കണം. മീൻ മുളകിട്ടത് എപ്പോഴും ഉണ്ടാക്കി 1 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കറിയിലെ ഉപ്പും പുളിയും മീൻ കഷ്ണങ്ങളിൽ പിടിക്കുന്നതിന് ഇത് സഹായിക്കും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല കിടിലൻ മീൻ മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.